എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടികൾ ആരംഭിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്ന് ഈ ഒരു അപേക്ഷ നടപടികൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊന്നും വെബ്സൈറ്റിൽ വന്നിട്ടില്ല. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നീ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ ജൂൺ 9-ാം തീയതി വരെയാണ്. MG യൂണിവേഴ്സിറ്റിയുടേത് നാളെ, അതായത് മെയ് 31-ാം തീയതി വരെയാണ്. അത് ചിലപ്പോൾ നീട്ടിയേക്കാം. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നിലവിൽ ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ അത് ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റിയുടേതാണെങ്കിൽ നിലവിൽ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷനുകളായിട്ട് നൽകാനായിട്ട് പാടുള്ളൂ. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഏത് കോഴ്സാണ് താല്പര്യം, ഏത് കോളേജാണ് താല്പര്യം എന്നിവ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഗവൺമെൻറ് കോളേജ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ്, അതുപോലെ തന്നെ എയ്ഡഡ് കോളേജ് എന്നിങ്ങനെയുള്ള 3 വിഭാഗം കോളേജുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടുന്നതിന് അത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോളേജിൽ ഫീസ് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് എയ്ഡഡ് കോളേജസിലും ഫീസ് കുറവായിരിക്കും. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ സീറ്റിലും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളിലും ഫീസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകുന്ന കോഴ്സുകൾ ഗവൺമെൻറ് കോളേജിലാണോ വെക്കുന്നത്, അതല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിലോ എയ്ഡഡ് കോളേജുകളിലോ വെക്കുന്ന സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന ആ ഒരു ഓപ്ഷൻസിൽ തന്നെ അത് ബ്രാക്കറ്റിൽ SF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. SF എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് കോഴ്സിൽ സെമസ്റ്റർ വൈസ് ഫീസ് വളരെയധികം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അനുസരിച്ചിട്ടാണ് ഫീസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് BCA ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 20,000-ന് മുകളിലോട്ട് ഫീസ് സെമസ്റ്റർ വൈസ് വരാൻ സാധ്യതയുണ്ട്. അതേസമയം BCom പോലുള്ളവയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 16,000 രൂപയാണ് സെൽഫ് ഫിനാൻസിൽ സെമസ്റ്റർ വൈസ് ഫീസ് വരിക. സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ് ഈ ഒരു ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ ഇഷ്ടമുള്ള സീറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അതൊരു ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ഞാനിപ്പോൾ BA മലയാളത്തിന് ഒരു കോളേജിൽ ഓപ്ഷൻസ് വെച്ചെന്ന് വിചാരിക്കാം. അവിടെ എനിക്ക് BA മലയാളത്തിന് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് BA മലയാളം വേണ്ട, എനിക്ക് വേണ്ടത് BCom ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അങ്ങനെ മാറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ മാറാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ കോളേജിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് മറ്റൊരു കോഴ്സിലേക്ക് മാറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളായിട്ടാണ് ഓപ്ഷൻസ് ആയിട്ട് വെക്കേണ്ടത്. പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് മാറാനായിട്ട് പറ്റുമോ എന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ നേരിട്ട് ഒരു ട്രാൻസ്ഫർ എന്നുള്ള, അതായത് നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഡിഗ്രി കോഴ്സുകളിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് കോഴ്സ് മാറണമെങ്കിൽ ആദ്യം നിങ്ങൾ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടുകയോ നേടാതിരിക്കുകയോ ചെയ്ത ശേഷം പിന്നീട് അത് നേടിയ ശേഷം നിങ്ങൾക്ക് കോഴ്സ് മാറണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സർവകലാശാല നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. നിങ്ങളുടെ കോളേജിൽ വേക്കൻസിയുള്ള സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളുമായിരിക്കണം വെക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിക്ക് 20 ഓപ്ഷൻസാണ് വെക്കാനായിട്ട് പറ്റുക. 20 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 20 ഓപ്ഷൻസും വെക്കണമെന്നല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ, അതായത് അത് 20 ഓപ്ഷൻസ് ആകെ 20 ഓപ്ഷൻസേ വെക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ 20 ഓപ്ഷനിൽ കുറഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സായിരിക്കണം, താല്പര്യമുള്ള കോളേജുകളായിരിക്കണം. അതുപോലെ തന്നെ ഒരു തവണ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നൽകുന്ന വിവരങ്ങളൊക്കെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമാണ് അഡ്മിഷൻ നൽകുക. അഡ്മിഷൻ സമയത്ത് എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ +2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സാവകാശം തരുന്നതായിരിക്കും. മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് അവകാശപ്പെട്ടിട്ടുള്ളത് അതൊക്കെ കൃത്യമായിട്ട് അഡ്മിഷൻ സമയത്ത് തന്നെ ഹാജരാക്കേണ്ടി വരും. ഇനി നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ 1-ാം വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളും നോക്കാം. അപ്പോൾ പ്രോസ്പെക്ടസ് വിശദമായി വായിച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക. ഓൺലൈൻ അപേക്ഷാ ഫോറത്തിലെ എല്ലാ വിവരങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം കൃത്യമായിട്ട് പൂരിപ്പിക്കുക. അതുപോലെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള
വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡ് ഉള്ളവരോ വിദേശ വിദ്യാർത്ഥികളോ ഈ ഒരു ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. രജിസ്ട്രേഷൻ നടപടികളിലെ ആദ്യഘട്ടം അപേക്ഷാ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് വെബ്സൈറ്റിലെ admissions.keralauniversity.ac.in/FIUGP2025/ എന്നുള്ള പേജിലെ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപേക്ഷാർത്ഥിയുടെ പേര്, ജനനത്തീയതി, SSLC സർട്ടിഫിക്കറ്റിലേതുപോലെ പരീക്ഷാ ബോർഡ്, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം, +2 മാർക്ക് ലിസ്റ്റിലേതുപോലെ, അതുപോലെ ജെൻഡർ, നാഷണാലിറ്റി, ഇമെയിൽ വിലാസം എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയുടെയോ രക്ഷാകർത്താവിൻ്റെയോ മൊബൈൽ നമ്പർ തന്നെ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥി സമർപ്പിച്ച മൊബൈലിൽ വരുന്ന OTP നമ്പർ നൽകിയാൽ മാത്രമേ അപേക്ഷാ നമ്പർ, പാസ്വേഡ് എന്നിവ ലഭിക്കുള്ളൂ. ജനനത്തീയതി, ആദ്യം ഡേറ്റ്, മന്ത്, പിന്നീട് ഇയർ എന്നുള്ള ഫോമാറ്റിൽ ആയിരിക്കും ഡിഫോൾട്ട് പാസ്വേഡായിട്ട് കിട്ടുക. അതുപോലെ അപേക്ഷാ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതിലേക്കായിട്ട് പ്രൊഫൈൽ വീണ്ടും ലോഗിൻ ചെയ്യുക. അക്കാദമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ, +2 പാസ്സായ വർഷം, ബോർഡ്, സ്കീം, രജിസ്റ്റർ നമ്പർ, എത്രാമത്തെ തവണയാണ് +2 പാസ്സായത് എന്നിവ കൃത്യതയോടെ നൽകേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ചാൻസുകൾ ഉപയോഗിച്ച് +2 യോഗ്യത പരീക്ഷ പാസ്സായവർ നമ്പർ ഓഫ് അപ്പിയറൻസ് എന്നുള്ള കോളത്തിൽ കൃത്യമായിട്ടുള്ള വിവരം എത്രാമത്തെ തവണയാണ് പാസ്സായത് എന്ന് നൽകണം. യോഗ്യതാ പരീക്ഷ പാസ്സാവാൻ എടുക്കുന്ന ഓരോ അധിക ചാൻസിനും ഇൻഡെക്സ് മാർക്കിൽ നിന്നും 10 മാർക്ക് കുറവ് ചെയ്യുന്നതാണ്. അതിനാൽ ഈ ഒരു വിവരം വളരെ ശ്രദ്ധാപൂർവ്വം കൃത്യമായിട്ട് നൽകേണ്ടതാണ്. പ്രോസ്പെക്ടസിൽ ഖണ്ഡിക 6 എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ 2024-25 അധ്യയന വർഷത്തിൽ കേരള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, NSQF പരീക്ഷ പാസ്സായവർ രജിസ്റ്റർ നമ്പറും വർഷം നൽകുമ്പോൾ തന്നെ +2 പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കുകൾ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. ആയത് അവരുടെ മാർക്ക് ലിസ്റ്റുമായി താരതമ്യപ്പെടുത്തി ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് വിദ്യാർത്ഥികൾ അവരവർക്ക് ലഭിച്ച മാർക്കുകൾ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റ് സംസ്ഥാന ബോർഡുകൾ, ഓപ്പൺ സ്കൂൾ വഴി വിജയിച്ച വിദ്യാർത്ഥികൾ പ്രവേശന സമയത്ത് കേരള സർവകലാശാലയിൽ നിന്നുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. ആയതിനാൽ സർട്ടിഫിക്കറ്റ് മുൻകൂട്ടി കരുതി വെക്കേണ്ടതാണ്. അത് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന മുമ്പ് ആ ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഓപ്ഷനുകൾ നൽകൽ, ആദ്യഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാൻ സാധിക്കുന്നതാണ്. നൽകുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനുകൾക്ക് ശേഷമുള്ള ഒരു ഓപ്ഷനും പിന്നീട് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. അതിനാൽ തന്നെ ഓപ്ഷനുകൾ നൽകുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതാണ്. ഓപ്ഷനുകൾ മുൻകൂട്ടി ധാരണ ഉണ്ടാക്കി ലിസ്റ്റ് ചെയ്ത് വെച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ മുൻഗണനാക്രമത്തിൽ നൽകുക. രജിസ്ട്രേഷൻ ഫീസ് അടക്കൽ, രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈൻ ആയിട്ട് അടക്കേണ്ടതാണ്. ഫീസ് വിവരങ്ങൾ പ്രോസ്പെക്ടസ് ഖണ്ഡിക 6 നൽകിയിട്ടുണ്ട്. ഇതിനായിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്, UPI, ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ഫീസ് അടക്കുമ്പോൾ ട്രാൻസാക്ഷൻ എറർ എന്തെങ്കിലും ഉണ്ടായി അക്കൗണ്ടിൽ നിന്നും തുക പോയിട്ടും വീണ്ടും ഫീസ് അടക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ സർവകലാശാല അഡ്മിഷൻ വിഭാഗവുമായി ഫോൺ അല്ലെങ്കിൽ ഇമെയിൽ, വാട്സപ്പ് മുഖാന്തരം ബന്ധപ്പെട്ട ശേഷം മറുപടി ലഭിച്ച ശേഷം മാത്രം വീണ്ടും ഓൺലൈൻ പേയ്മെൻറ്റിന് ശ്രമിക്കുക. മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് നടന്നാൽ തുക റീഫണ്ട് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോ, അതുപോലെ ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ, ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ നിശ്ചിത ഫോമാറ്റുകളിലും വലുപ്പത്തിലും മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോട്ടോ എന്ന് പറയുമ്പോൾ 150 പിക്സൽ × 200 പിക്സൽ എന്നുള്ള ആ ഒരു വിഡ്ത്ത് ഹൈറ്റ് ഫോമാറ്റിലാണ്. മാക്സിമം 40 KB ആണ്. JPG ഫോമാറ്റിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ സിഗ്നേച്ചർ വിത്ത് 150 px × 60 px വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, മാക്സിമം 40 KB, JPG ഫോമാറ്റാണ് പറ്റുക. അതുപോലെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ശ്രദ്ധയോടുകൂടി വായിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് ആവശ്യമെങ്കിൽ വേണ്ട തിരുത്തലുകൾ വരുത്താവുന്നതാണ്. പ്രിൻ്റ് ഔട്ട് എടുക്കലാണ് അടുത്ത സ്റ്റെപ്പ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അടുത്തത് പ്രൊഫൈൽ പാസ്വേഡാണ്. അഡ്മിഷൻ പ്രക്രിയകൾക്കിടയിൽ അപേക്ഷാർത്ഥിയുടെ അറിയോ സമ്മതമോ കൂടാതെ മറ്റാരെങ്കിലും പ്രൊഫൈലിലെ വിവരങ്ങൾ മാറ്റം വരുത്താതിരിക്കാൻ പാസ്വേഡിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ ജാഗ്രത പുലർത്തുക. അതായത് നിങ്ങളുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആവശ്യമുള്ളതിനാൽ ഇവ ഓർത്തുവരിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് പരിശോധിക്കാനും തുടർ നടപടിക്കും ഇത് ആവശ്യമാണ്. അതായത് നിങ്ങൾക്ക് പ്രൊഫൈലിൻ്റെ പാസ്വേഡൊന്നും ആർക്കും കൊടുക്കരുത്, നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടവ, വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങൾക്ക് ശേഷമുള്ള അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഒരു ഘട്ടത്തിലും സർവകലാശാലയിലേക്ക് അയക്കേണ്ടതില്ല. എന്നാൽ ആദ്യ പ്രവേശന സമയത്ത് അതത് കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യത, സംവരണം, ഗ്രേസ് മാർക്കുകൾ മുതലായവ തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കുന്ന സമയം തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളുടെ വിശദ വിവരങ്ങൾ പ്രോസ്പെക്ടസ് ഖണ്ഡിക 10 കാണുക. പ്രവേശനം ലഭിച്ചാൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എല്ലാവിധ ഡോക്യുമെൻസും കയ്യിലുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറും വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ വിളിക്കാൻ വേണ്ടി മാത്രമുള്ള നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റ്, ഇമെയിൽ ID എന്നിവയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.